2004 ആവർത്തനമാകുമോ 2024? ഇത് ചോദിക്കാൻ കാര്യം അതിവേഗം ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് വരെ BJPക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ചോർന്നു പോകുന്ന പല സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, 2004 നമ്മൾ ഓർക്കുന്നുണ്ടോ? വാജ്പേയി സർക്കാർ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2004. 5 വർഷം കാലാവധി ഉണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയി BJP സർക്കാർ, മുന്നണി സർക്കാർ, NDA മുന്നണി സർക്കാർ ഒരു കൊല്ലത്തോളം ബാക്കി നിൽക്കെ തന്നെ പൊതു ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ് എന്ന വലിയൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയി 2004. പക്ഷേ ഉദ്ദേശമൊന്നും നടന്നില്ല. വൻ തിരിച്ചടി ഉണ്ടായിട്ട് BJP നയിക്കുന്ന സർക്കാർ, വാജ്പേയി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. ചരിത്രം അന്ന് ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഏറ്റവും മുൻപോട്ട് കൊണ്ടുവച്ച് പ്രചരണം അഴിച്ചുവിട്ടത് അന്നത്തെ വാജ്പേയിയുടെ വിശ്വസ്തനായ മന്ത്രി പ്രമോദ് മഹാജനായിരുന്നു. അന്നത്തെ BJP അല്ല, 20 കൊല്ലം കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ BJP. അന്ന് വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ നയിക്കുന്ന BJP ആയിരുന്നു. ഇന്നത്തെ BJP അമിത്ഷാ, നരേന്ദ്രമോദി അമിത്ഷാ എന്ന BJPയാണ്. രണ്ടും 2 BJPയാണ്. ഇതിനെ ഒരു BJP ആയിട്ട് നമ്മൾ കണ്ടുകൂടാം. അതിൻ്റെതായ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ച് ഇലക്ഷനെ നേരിട്ട ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന കാഴ്ച. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന പല സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പല വിലയിരുത്തലുകളും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 2019 BJPക്ക് നേടാൻ കഴിഞ്ഞ സീറ്റുകൾ പോലും ഇത്തവണ നേടാൻ കഴിയില്ല എന്നാണ്. കേവല ഭൂരിപക്ഷമായ 272 സീറ്റുകൾ പോലും BJP മറികടക്കുമോ എന്ന ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോറിനെ പോലുള്ളവർ. ഇന്ന് രാജ്യത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പോൾ സ്ട്രാറ്റജിസ്റ്റാണ് പ്രശാന്ത് കിഷോർ. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു ബ്രാൻഡായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചത് പ്രശാന്ത് കിഷോറിൻ്റെ ടീമാണ്. പിന്നെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതേപോലെ ബീഹാറിലും മറ്റുള്ളിടത്തുമൊക്കെ പ്രശാന്ത് കിഷോറിൻ്റെ ടീം അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ വിലയിരുത്തലുകളെ നമ്മൾ അത്ര അങ്ങ് തള്ളിക്കളയേണ്ട കാര്യങ്ങളില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ രാഷ്ട്രീയത്തിൽ കലാപം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ജനതാദൾ RJD സർക്കാരിനെ അട്ടിമറിച്ചിട്ട് നിതീഷ് കുമാറിനെ NDAയിലേക്ക് കൊണ്ടുവരികയും രായ്ക്ക് രാമാനം 24 മണിക്കൂറിനുള്ളിൽ നിലവിലുള്ള മന്ത്രിസഭയെ പുറത്താക്കിയിട്ട് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്ത BJP പിന്തുണയോടെ ഇപ്പം ബീഹാറിൽ ഭരിക്കുന്ന മുന്നണി. ഇതേക്കുറിച്ച് അന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രശാന്ത് കിഷോർ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അത് വായിച്ച ഓർമ്മയെന്ന് ഞാൻ പറയും. ഇത് മരണക്കളിയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ചെയ്തത്. അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി മുന്നണി പൊളിച്ചിട്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ലോങ് ടൈമിൽ നിതീഷ് ഒന്നുമല്ലാതാകും. നമ്പർ 1. നമ്പർ 2, BJPക്ക് ഇതുകൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ കിട്ടാനും പോകുന്നില്ല. ഇതിവരെ സംബന്ധിച്ച് രാഷ്ട്രീയ നഷ്ടക്കച്ചവടമാണ്. അപ്പം ചോദിക്കും, മോദിയും അമിത്ഷായൊക്കെ മണ്ടന്മാരാണോ? അല്ല. അതും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട്. മണ്ടത്തരമല്ലത്,
അവർക്കറിയാം ബീഹാറിൽ നിന്ന് ഈ മുന്നണി മാറ്റം കൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷെ അവരുദ്ദേശിച്ചത് ഒരു സൈക്കോളജിക്കൽ വാറാണ്. അതായത് പ്രതിപക്ഷ സഖ്യത്തെ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വരുന്നൊരു സമയം അതിനെ മുൻനിരയിൽ നിന്ന് നയിച്ച അതിന്റെ കൺവീനർ പോലെ ഇങ്ങനെ നിറഞ്ഞ് നിന്ന നിതീഷ് കുമാറിനെ, ബീഹാർ മുഖ്യമന്ത്രിയെ രായ്ക്ക് രാമാനം BJP ചൂണ്ടിക്കൊണ്ടുപോയി അല്ലെ റാഞ്ചിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ മൂവ്. അതായത് പ്രതിപക്ഷ സഖ്യ രൂപീകരണത്തിന്റെ തലമണ്ടയ്ക്കടിക്കുക. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സൈക്കോളജിക്കൽ അപ്പർ ഹാൻഡ് ഉണ്ടാക്കുക, പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുക. ഇതാണ് അവരുദ്ദേശിച്ചത് എന്നാണ് വിലയിരുത്തൽ. അതിൽ കാര്യമുണ്ട്. ഇപ്പോഴും എന്താ ഒരു 2-3 ആഴ്ച മുമ്പ് വരെയുള്ള സ്ഥിതി, അരവിന്ദ് കെജ്രിവാളിന്റെ കേസും അറസ്റ്റും ഒക്കെ വരുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു? മോദി ആൻഡ് BJP ഹൈപ്പായിരുന്നു, സ്വയം ഹൈപ്പ് ക്രിയേറ്റ്. എന്താണ്? ഞങ്ങൾ 400 കടക്കും, BJPയും NDA മുന്നണിയും കൂടെ 400 സീറ്റ് കടന്നിട്ട് ഇതുവരെയുള്ള ഏറ്റവും വലിയ റെക്കോർഡായ രാജീവ് ഗാന്ധിയുടെ റെക്കോർഡ് മറികടക്കുമോ? കോൺഗ്രസ് ഒറ്റയ്ക്ക് 400 സീറ്റിന് മുകളിൽ പോയ ആ ചരിത്രം ഞങ്ങൾ കടപുഴക്കി എറിയുമെന്നൊക്കെ ആവേശം കൊണ്ട് ഹൈപ്പുണ്ടാക്കിയ BJP സംഘപരിവാർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഞങ്ങൾ കണക്കുകളിലേക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJPയുടെ ആ ഒരു സ്കെയിൽ ഗ്രാഫ് പെട്ടെന്ന് എങ്ങനെയാണ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നിലവിൽ ഈ ലോക്സഭയിൽ BJPക്ക് ഉള്ള സീറ്റുകളുടെ എണ്ണം 303 സഖ്യകക്ഷികൾ കൂടാതെ. കേവല ഭൂരിപക്ഷത്തിന് 272 സീറ്റ് വേണം. അപ്പൊ 272 കേവല ഭൂരിപക്ഷത്തിന്റെ സീറ്റ് BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് ലോക്സഭയിൽ, 303 ഉണ്ടല്ലോ. അപ്പൊ ഈ 303ഉം 272 തമ്മിലുള്ള വ്യത്യാസം വെറും 31 സീറ്റുകൾ മാത്രമാണ്. വെറും 31 സീറ്റുകൾ. വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ പോക്ക് കണ്ടിട്ട് ഇപ്പൊ ഉണ്ടായ പ്രതിപക്ഷ ഐക്യം ഇതേപോലെ കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്നാണ് സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നത്. അത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒക്കെ ചില മണ്ടത്തരങ്ങൾ കൊണ്ട് അവർക്കുണ്ടാവുന്ന തിരിച്ചടി കൂടിയാണ്. അതിപ്പോൾ അവർ തിരിച്ചറിയുന്നുമുണ്ട്. അപ്പോൾ ഈ 272നും താഴേക്ക് പോയാൽ 31 സീറ്റ് കുറഞ്ഞാൽ തന്നെ 272-ലെത്തും. അതിനും താഴേക്ക് പോയാലോ? ഞങ്ങൾ ഒറ്റ കാര്യം വ്യക്തമായിട്ട് പറയാം. BJPയുടെ 303 എന്ന് പറയുന്ന ഈ മാജിക് നമ്പറിൽ പ്രധാന കോൺട്രിബ്യൂഷൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്? നിലവിലുള്ള നിയമസഭയിൽ UP, ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം UP, പിന്നെ രണ്ടാമത് മധ്യപ്രദേശ്, പിന്നെ രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത്, പിന്നെ ഹരിയാനയിലെ 10 സീറ്റുകൾ, പഞ്ചാബിലെ 13 സീറ്റുകളിൽ 8ഓളം സീറ്റുകൾ, ഡൽഹിയിലെ 8 ലോക്സഭാ സീറ്റുകൾ. ഇതെല്ലാം കൂടെ വാരി കോരി കൂട്ടിയിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 BJPക്ക് 303 എന്ന മാജിക് നമ്പറിൽ എത്താൻ പറ്റിയത്. ആ 303ൽ നിന്ന് 31 കുറഞ്ഞാൽ സംഗതി കൈവിട്ടു പോകും. കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടത്തില്ല. പിന്നെ കുതിരക്കച്ചവടമോ സഖ്യകക്ഷികൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ അതോ വെച്ചിട്ട് ഗവൺമെന്റ് രൂപീകരിക്കേണ്ടി വരും. വളരെ സങ്കീർണമാണ്, ക്രിട്ടിക്കലാണ് വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വലിയ ഹൈപ്പുമായിട്ട് 400-ലധികം സീറ്റ് അടുത്ത 3-ാം ഊഴത്തിൽ മോദി സർക്കാരിന് കിട്ടും BJPക്ക് എന്ന് പറയുന്ന ഹൈപ്പ് 2004-ലെ ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. കാര്യങ്ങൾ എളുപ്പമല്ല. കാരണം ഇപ്പൊ സാച്ചുറേഷനാണ്. UPയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ഇനി കൂടുതൽ സീറ്റുകൾ BJPക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല നിലവിലുള്ള സീറ്റുകളിൽ കുറയാൻ പോകുന്ന 2-3 സംസ്ഥാനങ്ങൾ, പഞ്ചാബ് കുറയും, ഡൽഹി കുറയും, ബീഹാർ കുറയും, ഹരിയാന കുറയും. അപ്പൊ എന്താ സംഭവം? BJPക്ക് MP-മാരുടെ എണ്ണത്തിൽ കുറവ് വരാൻ പോവുകയാണ്. ഈ 31 സീറ്റിൽ താഴേക്ക് കുറഞ്ഞാൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും. കണക്കുകളാണ്, വ്യക്തമായ കണക്കുകൾ. പിന്നെ എവിടെ നിന്ന് മേക്കപ്പ് ചെയ്യണം?
തെക്കേ ഇന്ത്യയിൽ നിന്ന് മേക്കപ്പ് ചെയ്യണം. എവിടെ കിട്ടും തെക്കേ ഇന്ത്യയിൽ നിന്ന്? ബി ജെ പിക്ക് ഈ 31 സീറ്റ് ബി ജെ പിക്ക് കുറയുമെന്ന് സങ്കല്പിക്കുക. തെക്കേ ഇന്ത്യയിൽ എവിടെ നിന്ന് സീറ്റ് 31 പിടിക്കാൻ പറ്റും, അല്ലെ കേവല ഭൂരിപക്ഷത്തിന് പിടിക്കാൻ പറ്റും? നോ 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 നോ. കർണാടകയിൽ നിന്ന് കിട്ടുമോ? അവിടെ ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുമോ? DMK ഭരിക്കുന്ന മുന്നണി ഭരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുമോ? കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടുമോ? ആന്ധ്രയിൽ നിന്നാണ് ഏതെങ്കിലും 4-5 സീറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ചന്ദ്രബാബു നായിഡുമായിട്ടുള്ള ഐക്യത്തിന്റെ പേരിൽ. തെലങ്കാനയിൽ നിന്ന് കിട്ടുമോ? ഇല്ല. ഫലത്തിൽ BJPയുടെ ഉള്ളിൽ ഒരു അങ്കലാപ്പ് ഉണ്ടായി കഴിഞ്ഞു. അതിനൊപ്പമാണ് കൂനിന്മേൽ കുരു പോലെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കാണിച്ച മണ്ടത്തരം. ഈ അറസ്റ്റ് കൊണ്ട് BJP അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചെറിയ വിലയല്ല. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് മോദിയുടെ 3-ാം ഊഴം തൃശങ്കുവിലാണ്. കേവല ഭൂരിപക്ഷം നേടാൻ തന്നെ BJP കഷ്ടപ്പെടും. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ കുതിരക്കച്ചവടം നടത്തി പണം ഇഷ്ടം പോലെ കയ്യിലുണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ട് വഴിയും അല്ലാതെയും പിരിച്ചതും കുടിച്ചതും ഹരിച്ചതും കുറച്ചതും കൂട്ടിയതും എല്ലാം കൂടെ ഇഷ്ടം പോലെ പൈസയുണ്ട്. കോൺഗ്രസിന് പൈസയില്ല. ആ മണി പവർ കൊണ്ട് അധികാരം നിലനിർത്താൻ ശ്രമിക്കും. ഏതറ്റം വരെയും നരേന്ദ്രമോദി സർക്കാർ പോകും, BJP പോകും, നമുക്ക് ഊഹിക്കാമല്ലോ. ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ. പിന്നെ ഈ സൈക്കോളജിക്കൽ വാർ ഓവർ ദ ഒപ്പോസിഷൻ, പ്രതിപക്ഷത്തിന് മേൽ ഒരു സൈക്കോളജിക്കൽ വാർ ഇനിയും നടത്തിയിട്ട് പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കാമെന്നാണ് ഇപ്പോഴും മോദി ക്യാമ്പിൽ ഉള്ളൊരു വിചാരം. പക്ഷെ അത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ട്വിസ്റ്റ് മാറിയിരിക്കുന്നു. 3 ആഴ്ച മുമ്പ് വരെയുള്ള ദേശീയ രാഷ്ട്രീയമല്ല ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയം. നമുക്കെല്ലാം മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഏറ്റവും തലമണ്ടയ്ക്കടി കിട്ടി BJPക്കും മോദി സർക്കാരിനേത് ഇലക്ട്രൽ ബോണ്ടും സുപ്രീം കോടതി നിരോധിച്ചത്. വലിയ അടിയാണ് കിട്ടിയത്. അതിനുശേഷം കേജ്രിവാളിന്റെ അറസ്റ്റും പ്രശ്നങ്ങളും. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അവിടെയാണ് ഞങ്ങൾ ഈ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇവര് നോക്കുന്നത്, BJP ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ, സൈക്കോളജിക്കൽ യുദ്ധത്തിലൂടെ പ്രതിപക്ഷത്തെ ഇനിയും കഷ്ണമാക്കാം, ദുർബലപ്പെടുത്താമെന്നാണ് മോദി സർക്കാരും BJP ഇപ്പോഴും വിചാരിക്കുന്നത്. നരേന്ദ്രമോദിയും സംഘപരിവാറും. അതിനവർ പലപ്പോഴും ഷിഫ്റ്റിംഗ് പബ്ലിക് നറേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. പബ്ലിക് നറേറ്റീവ് പെട്ടെന്ന് തിരിച്ചുവിടുക. ഇപ്പോൾ ഒരു ഇമേജ് കുറഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റേ CAA കൊണ്ടുവന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അത് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്. 3 കൊല്ലം മുമ്പ് പാസ്സാക്കിയ നിയമം ഇപ്പൊ പെട്ടെന്ന് പൊടി തട്ടിയെടുത്ത് നടപ്പാക്കാനുള്ള ഗവൺമെന്റ് ഓർഡർ ഇറക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് പൊളിറ്റിക്കൽ വെപ്പൺ. ശ്രദ്ധ മാറ്റുക. ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കിട്ടിയ തിരിച്ചടി ഒഴിവാക്കാനുള്ള ശ്രമം. ഇനി 2 കേജ്രിവാൾ ഇഷ്യൂവിൽ കിട്ടാൻ പോകുന്ന തിരിച്ചടി മറികടക്കാൻ അടുത്ത ഒരു ഈ നറേറ്റീവ്, ഷിഫ്റ്റിംഗ് ദ പബ്ലിക് നറേറ്റീവ് വേറെന്തെങ്കിലും കൊണ്ടുവരും. അതെന്താ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. വൈകാതെ മോദി സർക്കാർ അടുത്ത ഒരു ബോംബിടും. അത് ദേശസുരക്ഷയാവാം, ദേശീയതയെ പിടിച്ചിട്ടാവാം, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, വേറെന്തെങ്കിലും ആവാം. എന്തായാലും ഒരു സാധനം കൊണ്ട് വൈകാതെ മോദി സർക്കാർ രംഗത്ത് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ നമ്മുടെ പ്രേക്ഷകര്. ഇപ്പൊ കേജ്രിവാൾ ഇഷ്യൂവിനെ മറികടക്കാനും ഇലക്ട്രൽ ബോണ്ടിനെ കൂടുതൽ മറികടക്കാനും വേണ്ടി അടുത്ത ഈ പറയുന്ന ഷിഫ്റ്റിംഗ് നറേറ്റീവുമായിട്ട് BJP വരും. അതിലൂടെ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താം. ഇപ്പോൾ ഉണ്ടായ ഐക്യം ഇല്ലാണ്ടാക്കാം. അതുവഴി ഞങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാമെന്നാണ് നരേന്ദ്രമോദിയും BJPയും വിചാരിക്കുന്നത്. ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയണം. 2004 ആവർത്തിക്കുമോ ഇല്ലയോ 20 വർഷത്തിന് ശേഷം എന്ന പറയുന്ന ഒരു കാവ്യനീതി ഇതിൻ്റെ അകത്ത് എവിടെയോ കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് പറയുകയാണ്.